തോക്കുകൾ ഹീറോ ആകുന്ന കഥ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ റൈഫിൾ ക്ലബ് അതാണ്. ഒരു വലിയ തറവാടും ആ തറവാട്ടിലെ പല തലമുറകൾ കൈകാര്യം ചെയ്തിരുന്ന കുറെ തോക്കുകളുമാണ് റൈഫിൾ ക്ലബിന്റെ നെടുന്തൂണ്. സായിപ്പന്മാർ വരെ ഉപയോഗിച്ച തോക്കുകളെ പാരമ്പര്യ സ്വത്തായി കണക്കാക്കുന്ന, വേട്ട ഒരു ഹോബിയായി കൊണ്ടുപോകുന്ന ആ കുടുംബത്തിലേക്ക് വളരെ അവിചാരിതമായി ഒരു സംഭവം ഉണ്ടാകുകയും അതിനെ ചുറ്റിപ്പറ്റി പിന്നീടുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് ചിത്രം പറയുന്നത്. ആ വലിയ തറവാട് അലങ്കരിക്കുന്നത് പല വലിപ്പത്തിലും ആകൃതിയിലുമൊക്കെയുള്ള തോക്കുകളാണ്. ആ തോക്കുകൾക്ക് താഴെ അത് കൈകാര്യം ചെയ്തിരുന്ന പുലികളുടെ പേരും എഴുതി വെച്ചിട്ടുണ്ട്. നല്ലൊരു ഗണ്ണിന് ഉടമയില്ല, പാരമ്പര്യമേ ഉള്ളൂ എന്ന് ചിത്രത്തിൽ ഒരിടത്ത് ദിലീഷ് പോത്തന്റെ കഥാപാത്രമായ സെക്രട്ടറി അവറാൻ പറയുന്നുണ്ട്. ഈ ഒരൊറ്റ ഡയലോഗിൽ തന്നെയുണ്ട് ആ കുടുംബത്തിന് തോക്കുകളും വേട്ടയും ഒക്കെ എത്രത്തോളം പ്രിയമേറിയതാണെന്ന്. റൈഫിൾ ക്ലബിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ചിത്രത്തിന്റെ മേക്കിംഗ് തന്നെയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ ഒരിടത്തുപോലും പ്രേക്ഷകനെ ബോറടിപ്പിക്കാതെ കൊണ്ടുപോകാൻ സംവിധായകൻ ആഷിക് അബൂനായി. ഓരോ കഥാപാത്രങ്ങളെയും പ്രേക്ഷകന് പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്ന രീതി തന്നെ വ്യത്യസ്തമാണ്. ചില സീനുകളിലൊക്കെ ഒരു വാവ് എലമെന്റും സംവിധായകൻ പ്രേക്ഷകർക്ക് നൽകുന്നുണ്ട്. സംഗീതം, പശ്ചാത്തല സംഗീതം, സിനിമാറ്റോഗ്രഫി, ആക്ഷൻ, ഡാൻസ്, ഹ്യൂമർ, അങ്ങനെ എല്ലാം നന്നായി തന്നെ വർക്കൗട്ടായിട്ടുണ്ട് സിനിമയിൽ. വളരെ ചെറിയൊരു കഥയെ മേക്കിങ്ങിലൂടെ വിസ്മയിപ്പിച്ചു എന്ന് വേണം പറയാൻ. ശ്യാം പുഷ്കരൻ, ദിലീഷ് കരുണാകരൻ, സുഹാസ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന് കഥയൊരുക്കിയിരിക്കുന്നത്. ചിത്രത്തിലെ ഹ്യൂമറുകളും നന്നായി വർക്കൗട്ടായിട്ടുണ്ട്. ആദ്യ പകുതിയും രണ്ടാം പകുതിയും ഒരുപോലെ തന്നെ മികച്ചു നിന്നു. ക്ലൈമാക്സ് രംഗം മാത്രമാണ് കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കാമായിരുന്നു എന്ന് തോന്നിയത്, പ്രത്യേകിച്ച് അനുരാഗ് കശ്യപിന്റെ സീനിൽ. നല്ല രസമായി കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് സിനിമ തീർക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയതുപോലെ ഫീൽ ചെയ്തു. ആദ്യം ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ആഴം ക്ലൈമാക്സിലേക്ക് എത്തിയപ്പോൾ തോന്നിയില്ല എന്നതാണ് ഒരു ചെറിയ പോരായ്മയായി പറയാനുള്ളത്. എടുത്തു പറയേണ്ട മറ്റൊന്ന് സിനിമയുടെ കാസ്റ്റിംഗ് ആണ്. സിനിമയിൽ വന്നു പോകുന്ന എല്ലാവർക്കും അവരവരുടേതായ സ്ക്രീൻ സ്പേസ് സംവിധായകൻ ഒരുക്കിയിട്ടുണ്ട്. കാസ്റ്റിംഗിൽ ഒരിടത്തു പോലും സംവിധായകന് പിഴച്ചിട്ടുമില്ല. സെക്രട്ടറി അവറാനായി ദിലീഷ് പോത്തൻ ജീവിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. അവറാന്റെ ഇമോഷൻസും ഹീറോയിസവും എല്ലാം ദിലീഷ് പോത്തനിൽ ഭദ്രമായിരുന്നു. വളരെ സൂക്ഷ്മമായി തന്നെയാണ് അവറാന്റെ ഓരോ നീക്കവും ദിലീഷ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. മറ്റ് കഥാപാത്രങ്ങളിലൂടെ അവറാൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് കൂടുതൽ ക്ലൂ നൽകുന്നുമുണ്ട് സംവിധായകൻ. ദിലീഷ് പോത്തനൊപ്പം കട്ടയ്ക്ക് നിന്ന് കസറിയിട്ടുണ്ട് വില്ലനായി എത്തിയ അനുരാഗ് കശ്യപും. വളരെ വ്യത്യസ്തനായ ഒരു വില്ലനാണ് ചിത്രത്തിലെ അനുരാഗ് കശ്യപിന്റേത്. മംഗലാപുരംകാരനായ ദയാനന്ദൻ എന്ന വില്ലനായി അനുരാഗ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് വേണം പറയാൻ. സ്വന്തം ആൺമക്കളെ അയാൾ കാണുന്ന രീതി പോലും വ്യത്യസ്തമാണ്. അതിൽ തന്നെ അയാളുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കുമെന്ന് വളരെ വ്യക്തവുമാണ്. മക്കളുടെ മരണത്തിൽ പോലും അയാൾ കാണിക്കുന്ന നിലപാടും പ്രകടിപ്പിക്കുന്ന ഭാവവുമെല്ലാം പ്രേക്ഷകന് ഒരു പുതുമ സമ്മാനിക്കുന്നുണ്ട്. സ്വയം കടുവയാണെന്ന് പറഞ്ഞെത്തി അവറാനും കുടുംബത്തിനുമൊപ്പം പിടിച്ചു നിൽക്കുന്നുണ്ട് അയാൾ. മറ്റൊരു കഥാപാത്രം വിജയരാഘവന്റെ ലോനപ്പനാണ്. പന്നികാലിൽ കുത്തി വീൽ ചെയറിലാണെങ്കിലും വീറും വാശിയുമുള്ള ഉശിരൻ അപ്പനായി വിജയരാഘവനും തകർത്തു. മറ്റ് കഥാപാത്രങ്ങളായെത്തിയ വിഷ്ണു അഗസ്ത്യ, ഹനുമാൻ കൈൻഡ്, സുരേഷ് കൃഷ്ണ, വിനീത് കുമാർ, റംസാൻ, പ്രശാന്ത് മുരളി തുടങ്ങിയവരും അവരവരുടെ ഭാഗങ്ങൾ മികച്ചതാക്കി. ചിത്രത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾക്കും സ്പേസ് കൊടുത്തിട്ടുണ്ട് ആഷിക് അബു. വളരെ ബോൾഡായി പുരുഷന്മാർക്കൊപ്പം തന്നെ നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് ചിത്രത്തിലെ സ്ത്രീകളും. ഇട്ടിയാനമായെത്തിയ വാണി വിശ്വനാഥും ഉണ്ണിമായും സുരഭി ലക്ഷ്മിയും ദർശന രാജേന്ദ്രനും പൊന്നമ്മ ബാബുവുമെല്ലാം അവരവരുടെ റോളുകളിൽ 100% നീതി പുലർത്തി. സിനിമയുടെ നട്ടെല്ല് പശ്ചാത്തല സംഗീതമാണ്. റെക്സ് വിജയനാണ് ചിത്രത്തിന് സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കിയിരിക്കുന്നത്. ഓരോ സന്ദർഭത്തിനും ഏറ്റവും മാച്ചാകുന്ന തരത്തിലാണ് റെക്സ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. കയ്യടി അർഹിക്കുന്ന മറ്റൊന്ന് ചിത്രത്തിന്റെ ഛായാഗ്രഹണമാണ്. സംവിധായകൻ ആഷിക് അബു തന്നെയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നതും. വയനാടിന്റെ ദൃശ്യഭംഗി നിറഞ്ഞു തുളുമ്പുന്നതാണ് ചിത്രത്തിന്റെ ഓരോ ഫ്രെയിമും. കാടിനടുത്തുള്ള വലിയ വീടും തോക്കുകൾ സൂക്ഷിച്ചിരിക്കുന്ന അറയുമെല്ലാം സിനിമ കഴിഞ്ഞാലും പ്രേക്ഷക മനസ്സിൽ തങ്ങി നിൽക്കും. ചിത്രത്തിലെ ക്ലോസപ്പ് ഷോട്ടുകളും ഗംഭീരമായി തന്നെ ആഷിക് ചെയ്തിട്ടുണ്ട്. എഡിറ്റിംഗ്, ആക്ഷൻ എന്നിവയും അഭിനന്ദനാർഹമാണ്. ആക്ഷൻ രംഗങ്ങളും കുറച്ച് പുതുമകൾ സമ്മാനിക്കുന്നുണ്ട് പ്രേക്ഷകന്. പ്രത്യേകിച്ച് റോപ്പിലൂടെ വന്ന് വെടിവെക്കുന്ന ദിലീഷിന്റെയും കൂട്ടരുടെയും പെർഫോമൻസ് ഒക്കെ രോമാഞ്ചം നൽകുന്നതാണ്. ഒന്നിച്ചു നിന്നാൽ മെഷീൻ ഗണ്ണിനേക്കാളും പവർ നാടൻ തോക്കുകൾക്ക് തന്നെയാണെന്ന് പറഞ്ഞു വെക്കുകയാണ് സംവിധായകൻ. തീർച്ചയായും മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ചിത്രമാണ് റൈഫിൾ ക്ലബ്. ഈ ക്രിസ്മസ് കാലത്ത് കണ്ടിരിക്കാനാകുന്ന നല്ലൊരു ആഷിക് അബു ചിത്രം.